കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന അല്ലുമ ഭീകരൻ എസ്.എ. ഭാഷയുടെ സംസ്കാര വിവാദത്തിൽ DMK വിമർശിച്ച് BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ. ന്യൂനപക്ഷ പ്രീണനത്തിനായി DMK എന്തും ചെയ്യുമെന്ന് അണ്ണാമലൈ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഭീകരൻ എസ്.എ. ഭാഷയുടെ സംസ്കാരത്തിന് ആയിരക്കണക്കിന് പേർ കോയമ്പത്തൂരിൽ എത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഭാഷയ്ക്ക് പരോൾ അനുവദിച്ചത്. മരണാനന്തരം ഭാഷയുടെ മൃതദേഹം ഉക്കടത്തെ വീട്ടിൽ നിന്നും ഖബറടക്കിയ പള്ളി വരെ ആഘോഷമായാണ് കൊണ്ടുപോയത്. നീക്കത്തെ തടയാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ശവസംസ്കാര ചടങ്ങ് ഇത്തരത്തിൽ നടത്തിയതിനെ DMK ന്യായീകരിക്കുകയും ചെയ്തു. മൃതദേഹ സംസ്കാരത്തോടനുബന്ധിച്ച് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വിഷയമെന്നാണ് DMK വക്താവ് ഇളങ്കോവൻ പ്രതികരിച്ചത്. This is just a procession that their family is taking as a last rites. How can we stop that sentiment? We are not asking them to conduct a procession. The government has nothing to do with it. It is their family last rite. How can we stop that? നടപടി DMK സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണന നയത്തെ തുറന്നുകാട്ടുന്നുവെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ പറഞ്ഞു. Madam, it only shows to what level DMK government is involved in minority appeasement. Our BJP State Vice President Narayan Tripathi avarkal morning he has put out the party's official statement that not only do we condemn it, but also we feel very bad the state of law and order in Tamil Nadu, what is happening in Coimbatore. A person on parole who is convicted by a court of law, who has taken the lives of innocent people, he died during parole. And the police dithering, saying that no procession will happen, no procession will not happen. Finally, procession is happening. And this is not only shameful, it only shows to what level in Tamil Nadu the DMK government has gone for their minority appeasement. ഡിസംബർ 20 BJP കോയമ്പത്തൂരിൽ കരിദിനം ആചരിക്കും. ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായതെന്നും കെ അണ്ണാമലൈ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.